ഇന്ന് എൻ്റെ കൂടെയുള്ള ഗസ്റ്റ് ആരാന്ന് വെച്ചാൽ എന്താ ഞാൻ പറയണത്, എനിക്ക് ഒരു ഇൻട്രൊഡക്ഷനും പറയാൻ അറിയില്ല. കാരണം നമ്മുടെ ഇന്ത്യയുടെ ഒരു ധീര വനിതയുടെ അതേ രൂപസാദൃശ്യമുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ കൂടുതൽ ചളമാക്കുന്നില്ല, വൈറലായ 1-2 വീഡിയോസ് കാണാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഈ വീഡിയോസ് കണ്ടപ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരാണ് എൻ്റെ ഗസ്റ്റ് എന്ന്. നമസ്കാരം, വെൽക്കം ടു ദ ഷോ. കറക്റ്റ് ലുക്ക്. എന്തിനാ പേടിക്കണേ? അയ്യോ പേടിക്കുന്നു. കറക്റ്റ് ഇന്ദിരാഗാന്ധിന്റെ ലുക്ക് ഉണ്ട്. ഇത് ഞാൻ ഇവിടെ വന്നില്ലേ, ശരിക്കും ഞാൻ ഞെട്ടിയത് ആക്ട് ചെയ്തതല്ല. എനിക്ക് തോന്നി മുഖം കണ്ടു കഴിഞ്ഞപ്പോ. ഞാൻ ഇങ്ങനെ സത്യമായിട്ട് ഞാൻ റീലൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ വീഡിയോസ് എല്ലാം ഇതിനു മുന്നേ റീൽ എന്തെങ്കിലും വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ചിലപ്പോ ഫിൽറ്റർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ. പക്ഷെ ഇവിടെ നിന്ന് കണ്ടുപോയി ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഇവരോട് പറയുന്നേടാ കറക്റ്റാ. ഓക്കെ, വെൽക്കം. പക്ഷെ ഭയങ്കര അൺബിലീവബിൾ ആട്ടോ ഈ ഒരു സമയം. കാരണം ഇപ്പം മോഹൻലാലിനെ പോലത്തെ ആൾക്കാരുണ്ട്, മമ്മൂട്ടിനെ പോലത്തെ ആൾക്കാരുണ്ട്. അതെന്നാലും നമുക്കൊരു മനസ്സിലാവും. പക്ഷെ ഇത് ഹെയർ കട്ടും എല്ലാം സെയിം ആണ്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്ന പോസ്റ്റ് ചെയ്യുന്ന പെട്ടെന്നൊരു ദിവസം കൊണ്ട് അങ്ങ് വൈറലായി, ആൾക്കാർ അറിയുന്നു, കോൾ വരുന്നു, മെസ്സേജ് ചെയ്യുന്നു. അതെങ്ങനെ ഹാൻഡിൽ ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് പറ ഫസ്റ്റ്. പെട്ടെന്ന് ഷോക്കായ പോലെയായിരുന്നു. ലോട്ടറി അടിച്ചൊരു രീതി പോലെയുള്ള ഒരു അവസ്ഥയായിരുന്നു. ആ ഒരു മാനസികാവസ്ഥയായിരുന്നു ശരിക്കും. വൈറലായി ഉടനെ തന്നെ കോളുകളുടെ ബഹളം, വൈറലായി പല സ്ഥലത്തുനിന്നും കോളുകൾ, ഡയറക്ടർമാരുടെ കോളുകൾ, പിന്നെ എന്താ പറയാ കമന്റ്സുകൾ, അങ്ങനെ എല്ലാം. ഇപ്പൊ എന്താ അവസ്ഥ? അത് ഓക്കെ ആയോ? കഴിഞ്ഞിരിക്കണു, ഓക്കെ ആയി, അതങ്ങ് അംഗീകരിച്ചു. വീട്ടിലും നാട്ടിലും ആ ബന്ധുക്കളും അവരുടെയൊക്കെ ഒരു റിയാക്ഷൻ എങ്ങനെയാണ്? ഭയങ്കരമായിട്ട് ഫാമിലി മൊത്തത്തില് അഭിമാനത്തോടെ സർപ്രൈസ് അഭിമാനത്തോടെ ഇങ്ങനെ ഓരോ വാക്കുകളും ഫോൺ ചെയ്തൊക്കെ ഇങ്ങനെ കൺഗ്രാറ്റ്സ് ഒക്കെ പറയാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. നമ്മുടെ കുടുംബത്തിൽ ഇന്ദിരാഗാന്ധി എന്നൊക്കെയല്ലേ. പക്ഷേ ശരിക്കും കഴിഞ്ഞ ജന്മത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ നിങ്ങൾ? കറക്റ്റ് അത്ര സമയം ഇരുത്തി പുകഴ്ത്താന്ന് വിചാരിക്കും. ഓക്കെ, ഈ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ എന്താണ് ഫാമിലി, എന്താ ചെയ്യുന്നേ, അതൊക്കെ എങ്ങനെയാണ്? ഫാമിലി, എൻ്റെ പേര് അജിത ശിവപ്രസാദ്, ഹസ്ബൻഡിൻ്റെ പേര് ശിവപ്രസാദ്. എനിക്ക് 2 കുട്ടികളാണ്. ഒരാൾ +2 പഠിക്കുന്നു, രണ്ടാമത്തെ ആള് 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ആദിത്യ അർജുൻ. ഓക്കെ, ആദിത്യ അർജുൻ. ഞാൻ കേട്ട ആദിത്യ അർജുൻ. ഓക്കെ, ഇപ്പം വൈറലായി കഴിഞ്ഞു. അപ്പൊ കുട്ടികളുടെ സ്കൂളിലത്തേക്ക് ആ ഒരു അവിടെ എങ്ങനെയായിരുന്നു? പണ്ടൊക്കെ PT മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഓക്കെ കുട്ടിയുടെ അമ്മ, ഇനിയിപ്പൊ അങ്ങോട്ട് അങ്ങനെ അല്ലല്ലോ. അങ്ങനെയല്ല, അവിടുത്തെ റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ആഗസ്റ്റ് 15 ഞാൻ പോയില്ല. പോവണ്ടേ? ശരിക്കും പോണായിരുന്നു. കാരണം അതിനു മുമ്പ് ഗ്രൂപ്പുകളിലൊക്കെ വന്നായിരുന്ന ഒരു ചമ്മലോ ഒരു എന്താ പറയണ കാരണം ആരോടും പറഞ്ഞിട്ടില്ല. അതാണ് മെയിനായിട്ട് കാര്യം. എല്ലാവരും ഓട്ടോമാറ്റിക്കായിട്ട് അറിഞ്ഞു. ടീച്ചേഴ്സ് അറിഞ്ഞു. ഗ്രൂപ്പുകളിൽ, മോന്റെ സ്കൂളിലെ ഗ്രൂപ്പിലൊക്കെ അവര് തന്നെ പോസ്റ്റ് ചെയ്തു. ഇപ്പൊ ആദ്യമായിട്ട് ആരാണ് നിനക്ക് ഇങ്ങനൊരു സാദൃശ്യം ഉണ്ടെന്നൊക്കെ പറയുന്നത്? അമ്മാവും പറഞ്ഞു ആദ്യമായിട്ട്, കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത്. പണ്ടേ ഉണ്ട്. പക്ഷെ പണ്ട് എനിക്ക് മുടി ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കാൻ ഹെയർ കട്ട് ഇങ്ങനെ ആയതിനു ശേഷം കട്ട് ചെയ്താണ്. അല്ലാതെ ഒരു വഴിപാടുണ്ടായിരുന്നു തിരുപ്പതിയിൽ. അപ്പൊ ഫുൾ മുടി കളഞ്ഞു. അപ്പൊ ആ ഒരു മുടി വളർന്ന ഒരു ടൈമിങ്ങിലാണ് നമുക്ക് ഇങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ ചായ ഉണ്ടെന്നുള്ള കമന്റുകൾ റീൽസിൽ നിന്ന് വന്നത്. ഓക്കെ, അപ്പൊ റീൽസിൽ കമന്റ്സ് വന്നപ്പോഴാണ് നോട്ടീസ് ചെയ്യുന്നത്. അതെ തന്നെ. അപ്പൊ ഈ ഒരു ഇന്ദിരാഗാന്ധി മാമിന്റെ ആ ഒരു ഓഡിയോ നോർമൽ നമുക്ക് കിട്ടുന്നത് സ്പീച്ചും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ നീ ഇങ്ങനെ ചെയ്യുന്ന പിന്നെ നീ ക്ലിക്ക് ആവുന്നു, അങ്ങനെ ഒരു ഇതാരെങ്കിലും തന്നിട്ട്? കുറെ പേര് ഇങ്ങനെ മെസ്സേജ് ഒക്കെ ചെയ്തു. ഇങ്ങനെ കലാഭവനിൽ നിന്നും ഓരോരുത്തരൊക്കെ ഇങ്ങനെ മെസ്സേജ് പറഞ്ഞു, നിങ്ങളിങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ എന്തെങ്കിലും ചെയ്യൂ, അപ്പൊ നല്ല ഇതാവും. ആ ഒരു ചായയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഒന്ന് ചെയ്തു നോക്കൂ, വിജയിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് 1-2 എണ്ണം ചെയ്തു. പിന്നെ ഞാൻ പഴയ പോലെ നോർമൽ റീൽസിലേക്കൊക്കെ വന്നു.
പിന്നെ ആൾക്കാർ ഇത് തന്നെ കമന്റ്, നിങ്ങൾ ഇതൊന്നും ചെയ്യരുത്, ഇന്ദിരാഗാന്ധിയുടെ ചെയ്യണം. നിങ്ങളാണ് ഞങ്ങളുടെ ഇന്ദിരാഗാന്ധി. അങ്ങനെയല്ലേ ഇപ്പൊ ഞാൻ കമന്റ്സ് ഒക്കെ കണ്ടു, ഇത് മാത്രമേ ഉള്ളൂ. ഇന്നത് കുറെ ഇന്ദിരാഗാന്ധി അങ്ങനെയുള്ള കമന്റ്സുകളാണ്. റീൽസിന്റെ ബേസ് ആയിട്ടുള്ള കമന്റ്സുകളല്ല. നിങ്ങൾ കോമഡി ചെയ്യരുത്, ഡാൻസ് കളിക്കരുത്, നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. അങ്ങനെ ഞാൻ കമന്റ്സ് ഒക്കെ കണ്ടപ്പം ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് റീൽ ചെയ്തിട്ടുണ്ട്. നോർമൽ റീൽസ് ഇല്ലേ, ഓഡിയോ സിനിമ സോങ്സ് ഒക്കെ, അതിന്റെ അടിയിൽ വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ഇന്ദിരാഗാന്ധി അല്ലേ, നിങ്ങൾ എന്താ ഇങ്ങനത്തെയൊക്കെ ചെയ്യുന്നേ, നിങ്ങൾക്ക് ബോധില്ലേ, അങ്ങനെയൊക്കെ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ കാണുന്ന കമന്റ് രാഹുൽ ഗാന്ധി ചേച്ചി കല്യാണം കഴിച്ചില്ലെങ്കിൽ രാഹുൽ ഗാന്ധി കല്യാണം കഴിക്കാൻ, അങ്ങനത്തെ ഒരു കമന്റ് ഉണ്ട്. കമന്റുകളൊക്കെ വരുന്നുണ്ട്. ഹസ്ബൻഡ് എന്താ പറയാ? അയ്യോ, എന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ ഒരു ചായ ഉണ്ടെന്ന് ഹസ്ബൻഡ് സമ്മതിച്ചു. എന്നോട് ഇപ്പൊ ഇങ്ങനെ ഇടയ്ക്ക് പറയും, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വല്ല ആത്മാവ് വല്ലതും കേറിയിട്ടുണ്ടോ, അതാ ഞാൻ ചോദിച്ചേ, മുൻജന്മത്തിൽ അങ്ങനെ എന്നോട് ചോദിക്കും. ഇങ്ങനെ എന്നെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരാനായിട്ട് എന്ത് അങ്ങനെയൊക്കെ പറഞ്ഞു. മൂക്ക് അല്ലേ, മൂക്ക് കറക്റ്റ്. ശരിക്കും പ്രേതം വല്ലാണോ? ആദ്യയുടെ ഹസ്ബൻഡ് ഈ വൈറലായതിനു ശേഷം ആദ്യയുടെ ഹസ്ബൻഡിന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു എങ്ങനെയാണ്, ഇത് നീ തന്നെയാണോ എന്നൊക്കെ ചോദിച്ചു. വീഡിയോയില് നോക്കൂ, എന്നെ നോക്കൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. പിന്നെ ആള് നല്ല സപ്പോർട്ടാണ് എനിക്ക്. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ചിരിച്ച മുഖത്തോടു കൂടി ഇങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റണതും എല്ലാം.